ആരും കാണുന്നില്ലല്ലേ? ഇല്ലേ. ഇത് ഞാൻ എന്തൊരു പൊട്ടറാണ് ആയിട്ടാണ് അറിയുന്നത്. എൻ്റെ കയ്യിലൊരു അയൺ ആക്സ് ഇരുന്നിട്ട് ഞാൻ അത് വെച്ചുണ്ടാക്കില്ല. എന്തുകൊണ്ട്? ഓക്കെ, ഇനി ജസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും നമുക്കുണ്ട്. ജസ്റ്റ് ഉണ്ടാക്കി ഇതെല്ലാം ചെസ്റ്റിലോട്ട് മാറ്റാം. ലൂട്ടിങ് 3 ഫയർ ആസ്പെക്റ്റ് ഓപ്പി സോഡിനുള്ള സംഭവം എല്ലാം മാറ്റാം. അയ്യോ, ബ്രെഡ് കൊണ്ടുപോകണം ഞാൻ പറയും പോലെ. ഇങ്ങോട്ട് മാറ്റാം. ക്യാരറ്റ് പ്രഷ്യസ് ഐറ്റംസ് ആണ്. ഓക്കെ, നമുക്കിനിയിപ്പം കുറച്ച് റിസോഴ്സ് കളക്ട് ചെയ്യാൻ പോകണം. അയ്യോ, അതിന് മുമ്പൊരു കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിലെന്തി ഹേബേൽസ് എന്തെങ്കിലും കയ്യിലെടുക്കും. ചെയ്യാമെല്ലാം ഹേബേൽ വേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് ഈ പൊട്ടണം. ഓ മൈ ഗോഡ് ഗൈസ്, ഓ ഷിറ്റ്, ഓ ആ പൊട്ടനിപ്പം ആ കാലം നടന്നാ വരുന്നു. എന്നെ കൊണ്ട് പ്ലേസ് ചെയ്ത്. ഓ മൈ ഗോഡ്, അവന്തൊരു സ്റ്റക്കായാടെ. ഇവ സ്റ്റക്കായില്ല. ഞാൻ പേടിച്ചു പോയി. എന്നാ ഇവിടെ ഒരു കൊതുക് വന്നുകൊണ്ട്. ഓക്കെ, നമ്മക്കിനി 5 അയണുണ്ട്. ടോട്ടൽ 5 അയണുണ്ട്. 5 അയൺ വെച്ച് നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. എക്യുപ്മെൻറ്റ്സ് ഒന്നും പറ്റൂല, അതിന് വുഡില്ല. നമ്മളെ വുഡ് എന്തിനാണ്? സ്റ്റിക്ക് അങ്ങനെ തപ്പോലെ പൊട്ടനാണ്. ഒരു സോഡ് ഉണ്ടാക്കാം, കാരണം സോഡിനാണ് അറ്റാക്ക് ഡാമേജ് ഈ ഗെയിമിൽ കൂടുതൽ. അപ്പം നമുക്ക് ഇനി ഈ ഹേബേലിൻ്റെ സത്യം പറഞ്ഞ ആവശ്യം അധികം ഇല്ല. നമുക്ക് ഞാൻ വെച്ച് പോപ്പിന്നുണ്ട് കാണിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് വുഡ് എടുക്കണം. അതാ മൈനിങ് എടുക്കണം. ഫസ്റ്റ് നമുക്ക് മൈനിങ് പോവാം. അയ്യോ ചാവല് ദിസൂസ. അയ്യോ, പറയും പോലെ ഞാൻ മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് എനിക്ക് വുഡ് വേണം. കാരണം അതിനിടയിലാണ് ചെന്നിട്ട് ഞാൻ പെട്ടുപോയ തേങ്ങ. വീട്ടിൽ പണി കിട്ടും. നമുക്ക് എടുക്കാം. ഇത്രയൊന്നും പോരാ. എന്തേലും അപ്പുറത്തെ വീട്ടിലോ ചോറിനുള്ള വേറൊരു എൻ്റെ വീടുണ്ടാക്കുന്ന മിക്ക റോസ് ഫുഡിനായിരിക്കും. കിട്ടുന്നതിനകത്ത് ഞാൻ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അപ്പം മാർക്കാം. ഓക്കെ, ഓക്കെ, കുറേ സ്റ്റിക്കുണ്ട്. ഇനി അയണാക്സ് ഉൾക്കാണം ചെയ്യാം. ഓക്കെ, നമുക്ക് കുറേ കോൾ വേണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കോൾ എടുത്തിട്ട്
ഫസ്റ്റത്തെ ട്രിപ്പ് കോള് ഫുള്ള് ഞാൻ ടോർച്ചാക്കാൻ പോവാം. കാരണം നമുക്ക് ഇത്രയും വലിയൊരു കേവാം, നമുക്ക് ഒരുപാട് ടോർച്ച് വേണം. ഇല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് മറ്റേ മാക്കാന്മാരൊന്നും നമ്മളെ കൊല്ലിനെന്ന് പറയാൻ പറ്റില്ല. കത്താൻ പിന്നെ ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇരുട്ടാണെങ്കിൽ. അപ്പോഴേ നമുക്ക് എല്ലാവരും മൈൻഡ് ചെയ്തിടാം. എവിടെ ഞാൻ പേടിച്ചു പോയി. സോംബിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഹാഫ് സ്റ്റാക്ക് ടോർച്ചുണ്ട്. ഈ കേവ് ഭയങ്കര വലുതാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓ മൈ ഗോഡ്, ഓക്കെ ഗൈസ്, നമുക്ക് മുന്നോട്ട് പോവാം. അയ്യേ, മുന്നോട്ട് അതിനൊരു ഒലക്ക ഇല്ല ഇവിടെ. ഇവര് മറ്റേ ഡെഡ് എൻഡ് ഗൈസ്. ഇവിടെ പിണ്ണാക്കും ഇല്ല. കുറച്ച് കോപ്പറുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വലിയ കുറേ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ടോർച്ചൊക്കെ എന്തിനാ ഇവിടെ വെച്ചിട്ടാണ്? സത്യം പറഞ്ഞാൽ നമ്മൾ ടോർച്ച് ഇവിടെ എല്ലായ്പ്പോഴും വെച്ചിട്ട് തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് കോബിൾ സ്റ്റോണോ ആൻഡസൈറ്റോ ഗ്രാനൈറ്റോ എന്തിനേലും നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വേണ്ടേ. നമ്മൾ പിന്നെ അതിന് ടോർച്ച് ഉണ്ടാക്കണം, പിടിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ബുദ്ധി കയറണം. എന്തറേ പറ്റൂല, തുടങ്ങണം. നമ്മൾ നേരത്തെ നോക്കാം. ഗെയിമാണെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങണം. ഓക്കെ, എൻ്റെ എത്ര കോപ്പറുണ്ട്? കോപ്പർ ബ്ലോക്സ്. നമുക്ക് ഈ കോപ്പർ മൈനിന് വായ്പ കിട്ടിയ സാധനങ്ങൾക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അല്ല, ഇതൊക്കെ ഇരിക്കട്ടെ. അയ്യോ, പറ്റണ്ടി. ഓക്കെ, നമുക്കിനി നല്ലൊരു ഡീസൻറ്റ് സ്ഥലം. പക്ഷെ ഇതെന്തേലും മരമുണ്ട്. ഞാൻ പേടിച്ചു. ഇവിടെ ആരൊക്കെ വന്നു? നമുക്കൊരു നല്ലൊരു ഡീസൻറ്റ് കേവ് കണ്ടുപിടിക്കണം. ഇല്ല,